ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണു. അപ്പോൾ ഇന്നലത്തെ നിങ്ങൾ ബോറടിപ്പിച്ച വ്ളോഗിന് ഒരു സോറി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ കിഡ്ലൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ദിസ് ഇസ് ഗുഡ് മോർണിംഗ് ഫ്രം സ്വിറ്റ്സർലാൻഡ്. നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യ ലേക്ക് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം 20 മിനിറ്റ് ദൂരെയുള്ള ഒരു സ്റ്റേ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. തുറക്കാൻ നോക്കിയിരുന്നു, പറ്റുന്നുണ്ടായിരുന്നില്ല. അധികം തണുപ്പൊന്നുമില്ല കേട്ടോ. ഒരു 13-14 ആണ് ടെമ്പറേച്ചർ ഉള്ളൂ. അതുകൊണ്ട് നല്ല അടിപൊളിയായി നമുക്കിന്ന് പുറമൊക്കെ കറങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. സ്വിറ്റ്സർലാൻഡിൽ വന്ന ഉടനെ ഞാൻ ഭയങ്കരമായിട്ട് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കൊല്ലത്തിലൊരു തവണ ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെടുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ പക്ഷിയുടെ ശബ്ദവും. ദൂരെ എവിടെ ഒരു ചെറിയ പുഴയുണ്ട് കേട്ടോ, ഒരു അരുവി. അതിൻ്റെ കളകളനാദങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങുന്നു. നമ്മുടെ സ്റ്റേയിലെ ടോയ്ലറ്റ് കം ബാത്റൂമാണ് കേട്ടോ ഇത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂം ഉണ്ടെങ്കിലും ഒരൊറ്റ ബാത്റൂമാണുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ടേൺ എടുത്താണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഏറ്റവും ലാസ്റ്റ് എണീറ്റ ആൾ ഞാനായത് കാരണം ഞാൻ ബ്രഷൊക്കെ ചെയ്യുന്നതിടയിൽ അൽക്കതേ ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽക്ക് അത്യാവശ്യം നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് പഠിച്ചതാണ്. അവളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണത്. അപ്പോൾ എനിക്കിന്ന് അത്യാവശ്യം മടിയുള്ള ദിവസമായത് കാരണം എൻ്റെ മേക്കപ്പിൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഞാൻ അൽക്കിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഇത് റെഡിയായി. നമ്മളൊരു 9 മണിക്ക് ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ വളരെയധികം എല്ലാവരും നേരത്തെ റെഡി ആയത് കാരണം അതെന്തായിരുന്നു, നമ്മൾ 10 മണിക്ക് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ്. അവിടെ നമുക്ക് ബാക്കി പ്ലാൻസ്. കീ നമ്മുടെ അടുത്തല്ല. നമ്മളങ്ങനെ കാറിലോട്ട് ഇറങ്ങി നടക്കാൻ വേണ്ടി പോവാണ്. ഈ ജാക്കറ്റ് നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടായിരിക്കും. ദീപാജി മമ്മിയുടെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി ജാക്കറ്റ് എടുത്തു പോന്നു. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള വ്യൂ. ഞാനിവിടെ ഫസ്റ്റ് ടൈം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കിടിലമായിട്ട് തോന്നിയായിരുന്നു. ഇപ്പോഴും എനിക്ക് കിടിലമായിട്ട് തന്നെ തോന്നണം കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഒരു ആശ്ചര്യം ഉണ്ടായിരിക്കുമല്ലോ, അത് കുറച്ച് ഇത്തവണ കുറവാണ്. കാരണം 3ാമത്തെ തവണയല്ലേ ഇതിൻ്റെ ചെറിയ. ഇവിടെ നമുക്ക് ഓണറിനെ, നമ്മുടെ സ്റ്റേയുടെ ഓണർക്ക് ഒരു പട്ടിക്കുട്ടനുണ്ട്. അപ്പോൾ അവനെ എനിക്കൊന്ന് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പുള്ളി പുറത്തില്ല. ഈ കാറിന്റെ ചുറ്റും കഴിഞ്ഞ ഒരു ദിവസം എന്ത് നടന്നു എന്നുള്ളത് വിഷ്ണു റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. എക്സൈറ്റഡ് ആണോ അൽക്ക? എക്സൈറ്റഡ് ആണോ ഇഷക് സാർ? വിഷ്ണു എക്സൈറ്റഡ് ആണോ? നമുക്ക് ഇവിടുന്ന് 1/2 മണിക്കൂറാണ് ഇന്ത്യയിലേക്ക് ഉള്ളത്. അവിടെ നമ്മൾ ഒരു ബോട്ട് റൈഡ് എടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഞാൻ മുന്നേ വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമ്മൾ എവിടെ വഴിതെറ്റി പോയാൽ വരെ ഭയങ്കര ഭംഗിയാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് നേച്ചർ ഇത്ര ഇഷ്ടമാണെന്നും എനിക്ക് മൗണ്ടെയിൻസ് ഇത്ര ഇഷ്ടമാണെന്നുള്ളതും. ഇതൊന്നും മുന്നേ എനിക്ക് അറിയാത്ത കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഫ്രണ്ടിൽ കാണുന്നത് എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതും എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇത്ര ഭംഗിയുള്ളൊരു സ്ഥലം സ്വിസ് മാത്രമാണ് വന്നിട്ടുള്ളൂ കേട്ടോ. ഓസ്ട്രിയയും വേറെ കൺട്രീസൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോഴും ഒരു പ്രത്യേക സ്നേഹം എനിക്ക് ഈ ഒരു രാജ്യത്തിനോടുള്ളത്. എങ്ങനെയുണ്ട് നമ്മൾ ഇടതുവശത്ത് കാണുന്ന ഭംഗി? എന്റെ ദൈവമേ, അതന്നെ എനിക്ക് തോന്നി. കിടിലം, ഹെവൻ ഓൺ എർത്ത്. എത്ര തവണ വേണമെങ്കിലും സ്വിറ്റ്സർലാൻഡിൽ ഈ ഒരു ഭംഗിയുള്ളത്. സ്വിറ്റ്സർലാൻഡില് സ്വിച്ച് കഴിക്കാൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ്. ഇതിനാരും ഇത് കറക്റ്റ് ചെയ്യാൻ വരരുത് പ്ലീസ്. കുട്ടീനെ കൊണ്ട് നടക്കാത്തോണ്ടാണ് ഷായം പറ്റുന്നില്ല. വൈശാഖ് സാർ ഒരു 1/2 മണിക്കൂർ എന്നോട് ട്രൈ ചെയ്യിപ്പിച്ചായിരുന്നു. സ്വിറ്റ്സർലാൻഡ്
ഭംഗി കണ്ട് നമ്മൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അൽക്കയ്ക്ക് ആവശ്യമുള്ളപ്പോ മാത്രം വിഷ്ണു ചേട്ടൻ, അല്ലെങ്കിൽ എടാ വിഷ്ണു. 2022 കേട്ടോ എൻ്റെ പേരൻസ് ഇവിടെ നമ്മുടെ ഒപ്പം ആംസ്റ്റർഡാം വരുന്നത്. അവർ വന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടെ സ്വിറ്റ്സർലാൻഡിലോട്ട് ഒരു ചെറിയ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും അച്ഛനും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം സ്നോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. നമ്മൾ ടോപ്പ് ഓഫ് യൂറോപ്പ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ഭംഗിയൊക്കെ കണ്ട് ആരൊക്കെ ഇഷ്ടപ്പെടാതെ ഇരിക്കാൻ പറ്റുമല്ലേ. പിന്നെ സ്വിസ് എന്നുള്ളത് അധികം ആൾക്കാർക്കും പോവാനും എന്താ പറയുക കാണാനും ഒക്കെ ഇഷ്ടമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു സ്വിറ്റ്സർലാൻഡിനെ പറ്റിയിട്ട്. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ വരാൻ പറ്റുന്നൊന്നും അമ്മ വിചാരിക്കാത്ത ഒരു രാജ്യമായിരുന്നു എന്നും ഞാനും വിഷ്ണുവും കൂടെ അമ്മേനെയും അച്ഛനെയും കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് നന്നായി കാണാൻ പറ്റിയെന്നും നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്തൊരു കാര്യം ആണ് അമ്മ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അമ്മ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നമുക്കിങ്ങനെ പേരൻസിൻ്റെ അടുത്ത് അപ്രീസിയേഷൻ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഇമോഷനല്ലേ. അപ്പോൾ ആ ഒരു റീസണും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു രാജ്യത്തിനോട് എനിക്ക് കുറച്ചൊരു സ്നേഹം കൂടുതലാണ്. ഇവിടെ എവിടെ വെച്ചാലും ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 3 മിനിറ്റിൽ ഇന്റർലേക്കണിലെത്തും. അവിടെ നമ്മൾ ആദ്യം ഒരു ബോട്ട് റൈഡ് എടുക്കാന്നാണ് വിചാരിക്കുന്നത്. ബോട്ട് റൈഡ് എവിടെ നിന്നാണ്? ഫ്രം ഇന്റർലേക്കൺ ടു തീരുമാനമായി വരുമ്പോൾ ഞാൻ അറിയിക്കാം. സ്വിസ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് കേട്ടോ. ആംസ്റ്റർഡാം തന്നെ യൂറോപ്പിലെ വൺ ഓഫ് ദ എക്സ്പെൻസീവ് സിറ്റിയാണ്. അതിനേക്കാളും എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് സ്വിറ്റ്സർലാൻഡ് ഫീൽ ചെയ്തത്. ഇന്റർലേക്കൺ ഹോസ്റ്റലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മള് ബ്രെയിൻസ് എന്ന് പറയുന്ന ബ്രെയിൻസ് അല്ലേ, ബ്രെയിൻസ് അങ്ങോട്ടാണ് നമ്മള് ഒരു ചെറിയ ബോട്ട് റൈഡ് എടുക്കണം കേട്ടോ. ഭയങ്കര ഭംഗിയാണെന്നാണ് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടത്. വീഡിയോസ് കണ്ടപ്പോഴും അങ്ങനെ തോന്നിയത്. അപ്പോ അങ്ങോട്ടാണ് നമ്മൾ. എന്തോ ഒരു ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കോൾ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അൽക്കയും കൂടെ പോയിട്ട് ടിക്കറ്റ് നോക്കാന്നാണ് വിചാരിക്കുന്നത് ബോട്ട് റൈഡിൻ്റെ. അൽക്ക പോയി, ഞാനും അൽക്കടൊപ്പം ഒന്ന് പോകാൻ വേണ്ടി. എന്താണ് ഗേൾ? ഭംഗിയല്ലേ അത് കാണാൻ? ഇങ്ങനെ കുറേ അടുത്ത് കണ്ടു നോക്ക്, ഭയങ്കര വൈബ്രന്റ്, നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇതാണ് മറ്റേ ഇന്റർലേക്കന്റെ ഏറ്റവും ടോപ്പ് വരുന്നത്. ഹാർഡക്കം അങ്ങനെയാണ് അതിന്റെ ട്രെയിൻ പാത്താണ് ഈ കാണുന്നത്. അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെ തല കുത്തനെ ആ നിൽക്കുന്ന ട്രെയിൻ അവിടെ കണ്ടോ. ഇവിടെ അമ്മയും അച്ഛനും വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ രസം ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ നമ്മള് ടോപ്പ് ഓഫ് യൂറോപ്പിലോട്ട് പോകുന്ന ആ ഒരു പരിപാടി. വിഷ്ണു കോളിന്റെ ഇടയിലായത് കാരണം നമ്മളിവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ചൈന റെസ്റ്റോറൻറ്റ് ബാംബൂന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാന്നാണ് വിചാരിക്കുന്നത് അല്ലേ അലക്സ്? രസമുണ്ട്, നല്ല മെനു. എന്റെ പ്രോൺസ് ഡംപ്ലിംഗ് ഒക്കെ ഉണ്ട്. താറാവുണ്ടല്ലോ, താറാവ് വേണ്ട. താൻ മറ്റേ ഫ്രാൻസ് പോയിട്ട് സ്നെയിലൊന്നും ട്രൈ ചെയ്തില്ലല്ലോ? ഒരു അവസരം ഉണ്ടായില്ല, ഉണ്ടായപ്പോ മൂടുണ്ടായില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ട്രൈ. അതൊക്കെ എനിക്ക് അറിയുന്നതിൽ ഭയങ്കര ടോപ്പ് ലിസ്റ്റിൽ വരുന്ന ഒരു ഫുഡിയാണ്, വിച്ച് ഇസ് റിയലി ഗുഡ്. അതായത് ലൈക്ക് എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യാൻ. ഇപ്പൊ വിഷ്ണുവിന് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ വിഷ്ണു ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതാണ്. പക്ഷെ ഇവള് എല്ലാം കഴിക്കാൻ വില്ലിങ് ആണ്. ലൈക്ക് അങ്ങനെ ഇത് കഴിക്കില്ല അത് കഴിക്കില്ല എല്ലാം ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നോക്കിയോ എന്നാണോ എന്നെ പിടിച്ചു വിടുന്നത്? വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അൽക്കഥ ഇവിടെ ആക്ടിവിറ്റീസിന് എത്രയാണ് പ്രൈസ് എന്ന് ചോദിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചെയ്യണ്ടോ? ഇവിടെ നിന്നാണ് കഴിഞ്ഞ ഒരു അരമണിക്കൂറായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബോട്ട് റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ വീട്ടിലെ കൗച്ചിന്റെ കളറില്ലേ ഏകദേശം ഈ ഒരു കളറിന്റെ ഒപ്പം കുറച്ചും കൂടെ ബ്ലൂ മിക്സ് ചെയ്തൊരു കളറാണ്. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. അപ്പം ഞാൻ കൗച്ച് എടുക്കുമ്പോൾ ആദ്യം തന്നെ അത് ഞാൻ ഓർഡർ ചെയ്യണം ആ ഒരു കളറെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു കേട്ടോ, കാരണം അത് വന്ന ലിവിങ് റൂമിലേക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഫൈനലി അത് ഞാൻ എടുത്തു. ആ കൗച്ചിനും ആ കളറിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് ഈ ഒരു കളർ. ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ സ്റ്റാൻഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, സ്വയം പ്രാപ്തി അല്ലേ. അതുകൊണ്ട് എൻ്റെ ഫോട്ടോസും ഒക്കെ ഞാൻ തന്നെയാണ് ഇപ്പോൾ എടുക്കാറ്. ചില ഫോട്ടോസ് ഇപ്പോൾ അൽക്കയിലുണ്ട്, അൽക്ക എടുത്ത് തരാറുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ 4 പേരുടെ ഒരു ചെറിയ അടിപൊളി ഫോട്ടോ ഇവിടെ എടുത്തിട്ടുണ്ട്. ബോട്ട് റൈഡിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഇനി ഇവിടുന്ന് 2:30 ബോട്ട് റൈഡ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മൾ ട്രെയിനിനെ പറ്റി അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. ഒപ്പം ഞാൻ പറഞ്ഞില്ലേ ടോപ്പ് ഓഫ് ഇന്റർലേക്കൺ പോകുന്ന പരിപാടിയും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അന്ന് അമ്മടി അച്ഛൻ്റെ ഒപ്പം ഇവിടെ വന്നിരുന്നല്ലോ, അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്. പക്ഷെ എന്നാലും ഒന്നും കൂടെ പോകാൻ അടിപൊളിയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ ഒരു റെയിലിൽ നമ്മൾ മുകളിൽ പോകുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് ട്രെയിൻ ടിക്കറ്റ് എത്രയാണെന്ന് അന്വേഷിക്കാം. അതിൻ്റെ ഇടയിൽ മുകളിൽ പോവാം, ലഞ്ച് കഴിക്കാം.
കുറേ പരിപാടികളുണ്ട്. പ്ലീസിങ് ദേവത. ഞാൻ പറഞ്ഞിട്ടില്ലേ, കൊറോണ സമയത്ത് എനിക്കൊരു ചെറിയ ഡിപ്രഷൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ചെയ്തു തുടങ്ങിയ ഒരു കാര്യമാണ്, എല്ലാ 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ പുറത്ത് നടക്കാൻ വേണ്ടി പോകും. അന്ന് എനിക്ക് കൂടുതൽ മനസ്സിലായ ഒരു കാര്യമാണ്, ഈ നേച്ചറിന് നമ്മുടെ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനും നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഫീൽ തരാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ആ ഒരു കഴിവ് അന്ന് എൻജോയ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒട്ടും വിടാറില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സമയം കിട്ടുകയാണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഈ നേച്ചറും എല്ലാം ഒന്ന് ആസ്വദിക്കും. ഒരു പ്രത്യേക ഭംഗിയും സുഖവും ഒക്കെയാണ്. ടോപ്പ് ഓഫ് ഇന്റർലേക്കൻ 40 യൂറോ ആണ്. യൂറോ അല്ല, 40 ഇവിടുത്തെ സ്വിസ് ഫ്രാങ്ക് ആണ് ഇവിടുത്തെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കാം. താഴെ 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. താഴെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള മെഷീനും ഉണ്ട്, ഒപ്പം നമുക്ക് പോയിട്ട് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാനായിട്ടും. 40 ഇല്ല കേട്ടോ, 38 വരുന്നത് ഒരാൾക്ക് പ്രൈസ്. ഇതിൽ നമുക്ക് ഒരു ഡയറക്ഷൻ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ ട്രക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നടന്ന് കയറി നടന്നിറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡയറക്ഷനിൽ ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് നടക്കാനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ 4 പേരും തീരുമാനിച്ചത് നമുക്ക് പോയിട്ട് അതിൽ നിന്ന് തിരിച്ചു വരാമെന്നുള്ളതാണ്. സോ 2 ഡയറക്ഷൻ ടിക്കറ്റാണ് എടുക്കുന്നത്. ഇതൊരു വർക്കിംഗ് ഡേ ആയത് കാരണം അധികം തിരക്കൊന്നുമില്ല കേട്ടോ. ഒരു 5-6 ആൾക്കാരാണ് ഈ ഒരു ലൈനിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് സ്പീഷ്യസ് ആയിട്ട് നമുക്ക് പോയിട്ട് വരാനായിട്ട് പറ്റും. ഞാൻ പറച്ചത് മാത്രമേ ഉള്ളൂ. 5 മിനിറ്റിൽ നമുക്ക് നമ്മുടെ ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മളിതേ ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാൻ ഇത്ര നേരമായിട്ടും ട്രെയിൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും ആശാൻ്റെ പേര് ഫ്യൂനിക്കുലർ എന്നാണ് കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഇത്ര നേരം ഞാൻ ട്രെയിൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നത്. എനിക്കും അൽക്കയ്ക്കും ഇതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ് കേട്ടോ. ബാംഗ്ലൂരിലുള്ള സമയത്ത് നമ്മൾ പറയാറുള്ളൊരു കാര്യമായിരുന്നു, നമുക്കിങ്ങനെ അവിടെ പോകണം ഇവിടെ പോകണം ട്രാവൽ ചെയ്യണം. അതൊക്കെ ഇപ്പോൾ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ചില കമൻസ് കാണാറുണ്ട് ലക്കാണെന്നൊക്കെ പറഞ്ഞിട്ട്. ലക്ക് ഫാക്ടറിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, അതുണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ സാധിക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതും കൂടെ ഒരു പോയിന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 8 മിനിറ്റാണ് ഈ ഒരു റൈഡ് വരുന്നത്. നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. 1600 അടി സീ ലെവലിനേക്കാളും മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ റൈഡ് എടുത്ത ആ ഒരു വണ്ടിക്ക് പേര് പറയുമായിരുന്നു, ഫ്യൂനിക്കുലർ എന്നാണ് ആ ഒരു ട്രെയിൻ പോലത്തെ ഐറ്റത്തിന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഫ്യൂനിക്കുലറിലാണ് നമ്മൾ 8 മിനിറ്റ് റൈഡ് എടുത്ത് ടോപ്പ് ഓഫ് ഇന്റർലേക്കനിൽ. ഇതാണ് നമ്മുടെ ഇന്റർലേക്കനിലെ ടോപ്പ് പോയിന്റിൽ നിന്ന് വരുന്ന വ്യൂ. ഞാനിത് ആദ്യമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ കരഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പം എനിക്കറിയാലോ എന്താണ് ഞാൻ കാണാൻ പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് അന്നത്തെ അത്ര ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യൂ. അപ്പോൾ ഇത്രയും തവണ വന്നതിൽ എനിക്കിവിടുത്തെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ഫീൽ ചെയ്തത്. എപ്പോഴും നമ്മളൊരു കൺട്രിയിൽ വരുമ്പോൾ നമുക്ക് അവിടുത്തെ ആൾക്കാരുടെ അപ്രോച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഭയങ്കര വാം വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ നിന്നാണ് ഇത്ര വന്നതിൽ എനിക്ക് തോന്നിയത്. എന്താണ് ആൾക്കാരുടെ അഭിപ്രായം? ഭയങ്കര ഭയങ്കര നല്ല ആൾക്കാർ, സമയം എടുത്ത് സംസാരിച്ച് നല്ലൊരു ഫീലായിരുന്നു. എത്ര നേരം വേണമെങ്കിലും നിൽക്കാം കേട്ടോ, അത്രയും ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു ട്രാവലർ ഉണ്ടായിരുന്നു, എനിക്ക് പുള്ളിയുടെ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. ഞാനത് വായിച്ചപ്പോൾ എവിടെയോ കണ്ടതായിരുന്നു. പുള്ളി കുറേ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത് അവസാനം പുള്ളി ഹെവൻ ഓൺ എർത്ത് എന്ന് വിളിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? 2 മിനിറ്റ് തരാം, പെട്ടെന്ന് പറഞ്ഞു. പുള്ളി ഹെവൻ ഓൺ എർത്ത് എന്ന് വിളിച്ചത് ജമ്മു കാശ്മീരിനെയാണ്. അപ്പോൾ അൽക്ക പാർവതി വാലി പോയിട്ടുണ്ട്. പാർവതി വാലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞ് ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്നാണ് ആൾക്കടെ ഒപ്പീനിയൻ. രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ രണ്ടും എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് ആൾക്കടയിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക്. പക്ഷേ ഓഫ് കോഴ്സ് നമ്മുടെ ഇന്ത്യയിൽ പോവുകയാണ്, ജമ്മു കാശ്മീരൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പോയി വന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. രോഹിത് പോയിട്ടുണ്ടായിരുന്നു, രോഹിത് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ പേരൻസ് പോയിട്ടുണ്ടായിരുന്നു, അവർ പറഞ്ഞിട്ടുണ്ട്. സോ എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ നാട്ടിൽ നമ്മൾ ആകെ 2 ആഴ്ച വരുവാണ്ടേ, ഒരു 4 ആഴ്ചത്തേക്ക് വേണ്ടി മാത്രം വരുവാണ്ടേ. നമുക്കിപ്പോൾ ട്രിപ്പിന് സമയം ഉണ്ടാവില്ല, എപ്പോഴും ഫാമിലിയുടെ പോലെ ടൈം സ്പെൻഡ് ചെയ്യാം. നോക്കട്ടെ, എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ പോകണം. ജാക്കറ്റൊക്കെ ഇട്ടിരുന്നെങ്കിലും നല്ല ചൂടെടുക്കാൻ തുടങ്ങിയിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ. നോക്കി കഴിഞ്ഞപ്പോൾ ടെമ്പറേച്ചർ 23-24 ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ മുകളിലെ വേഷവിധാനങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റി. അപ്പോൾ നമ്മൾ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഒരു 300-400 മീറ്റർ നടക്കാനേ ഉള്ളൂ. ഒരു ഹോട്ടലും ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടൊരു
ഞാൻ നേരിട്ട് കാണുന്ന ഭംഗിയുടെ ഒരു 80% പോലും എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. കാരണം ക്യാമറയിൽ ഞാൻ കണ്ണുകൊണ്ട് കാണുന്ന ഭംഗി മുഴുവനായിട്ട് എനിക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഒരുപാട് ആൾക്കാരുടെ ഡ്രീം ഡെസ്റ്റിനേഷനാണ് സ്വിറ്റ്സർലാൻഡ്. ആഗ്രഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളൊരു വ്യൂ പോയിന്റിലോട്ട് നടക്കാന്ന് പറഞ്ഞില്ലേ, അവിടെ ഏറ്റവും എൻഡിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും. ഒരു ചെറിയ ക്യൂ ഉണ്ട്, ഒരു 10-12 ആൾക്കാരിലൊരു ക്യൂ. അപ്പോൾ അതിൽ നമ്മൾ ഇതിട്ട് ഇവിടെ വന്ന ആൾക്കാർക്ക് യു മേഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ അപ്രിസിയേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യമില്ലെങ്കിലും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ മനസ്സിലായില്ലേ വിഷ്ണു എവിടെ? നമ്മുടെ നാട്ടില് കലിങ്കിൽ ആൾക്കാർ ഇരിക്കില്ലേ, 40 ഫ്രാങ്കും കൊടുത്ത് മേലെ കയറി ഒരു കലിങ്കിന്റെ മേലെ കയറി എന്ത് കാണിച്ചാലും ഒരു എക്സൈറ്റ്മെന്റ്. ജലീഫ് കണ്ടപ്പോഴത്തേക്ക് പിന്നെ നേച്ചർ എങ്കിൽ അതിലെങ്കിലും കുറച്ച് എക്സൈറ്റ്മെന്റ്. ബീച്ച് കണ്ടപ്പോ നോക്കി നോക്കി ഇവിടെ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ഈ ഏരിയയിൽ വേറെ ഉണ്ടോ നിൽക്കുമെന്നുള്ള. ബോറടിച്ചില്ലേ കഴിഞ്ഞ സമയം? അങ്ങനെ 40 ഫ്രാങ്ക് കൊടുത്തിട്ട് ബോറടിച്ച് ഈ മതിലിന്റെ മുകളിൽ കയറിയിരിക്കുന്ന വിഷ്ണു. വിഷ്ണുവിന് താഴെ പോണം, പക്ഷെ ഇവർക്ക് കുറച്ചേരം കൂടെ ഇവിടുത്തെ വ്യൂ കാണണമെന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇനി അടുത്ത ട്രിപ്പോട്ട് വിഷ്ണുവിനെ കൊണ്ടുവരണ്ട. മുഖത്തെ പുച്ഛ ഭാവം നോക്കൂ. സ്വിസ് ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു തന്നെ പുച്ഛിക്കുന്നതിൽ പറയാൻ പറയൊന്നുമില്ല. നിങ്ങൾ ഇന്റർവ്യൂ ഒക്കെ എടുത്തു ഞാൻ ഇന്നലെ കുട്ടനെ നിങ്ങൾ തളർത്തിയതിന് കൈയും കണക്കുമില്ല. ഒരു വൈറ്റ് ബ്രെഡ് ഒഴിച്ചപ്പോ കുട്ടനെ നിങ്ങൾ ആട്ടി. ഞാൻ ഒരു വൈറ്റ് ബ്രെഡ് വാങ്ങിച്ചേരാൻ ചോദിച്ചു, എനിക്ക് വാങ്ങി തന്നില്ല. അവസാനം നമ്മൾ സ്വിറ്റ്സർലൻഡിന്റെ ബോർഡറിലെത്തിന്റെ ഭാഗ്യത്തിന് വൈറ്റ് ബ്രെഡ് കേറുന്ന നിമിഷത്തിൽ കിട്ടി. ആ വൈറ്റ് എന്നിട്ട് കുട്ടൻ ചോറുണ്ട്. അല്ല എനിക്ക് വേണ്ട. ആ ബ്രെഡ് കൊണ്ട് നിങ്ങളുടെ രാവിലത്തെ ഗ്യാസ് മാറി. അതാണ് കുട്ടൻ. ബ്രെഡിൽ നെയ്യ് വരട്ടി എന്നാ കുട്ടനെ അത് അവിടെ അഗാധയിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെ നമ്മൾ ടോപ്പ് ഓഫ് ഇന്റർലേക്കനൊക്കെ കണ്ട് താഴെ ഇറങ്ങുകയാണ്. വിഷ്ണുവിന് ഭയങ്കര വിശന്നിട്ട് വരിക എന്ന് പറയുന്നു. സാധാരണ അത്ര വിശപ്പിന്റെ വിളി വരാറ് എനിക്കാണ്. പക്ഷെ ഇന്ന് വിഷ്ണുവിന് വന്നതുകൊണ്ട് ഇവരൊക്കെ ഒരു പ്രയോറിറ്റി കൊടുത്തു. അല്ലെങ്കിൽ എന്നോട് നിങ്ങൾക്ക് എപ്പോഴും വണ്ടി ഒരു 5 മിനിറ്റിൽ വരടോ. വണ്ടി അല്ലാതെ ഫിനിക്കുലർ. ഇയാളായിരുന്നു മുമ്പ് ഇവിടുത്തെ ഡ്രൈവർ. തിരിച്ചു പോവാനുള്ള നമ്മുടെ ഫ്യൂനിക്കുലർ വന്നിട്ടുണ്ട്. നമ്മൾ പോവാണ്. വൈറ്റ് ബ്രെഡിൻ്റെ ആ ഒരു കഥ ഒരു ഫണ്ണി കോൺവെർസേഷൻ ആയിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും വിഷ്ണുവിനോട് രാവിലെ തൊട്ട് എനിക്ക് വൈറ്റ് ബ്രെഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഡിന്നറിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, വേറെ ബ്രെഡ്സ് ഒന്നുമില്ല. അപ്പോൾ വിഷ്ണു മറന്ന് വാങ്ങിയില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒരു ഫണ്ണി കോൺവെർസേഷൻ ആക്കിയതാണ്. തിരിച്ച് നമ്മൾ വരുന്ന വഴിക്ക് വിഷ്ണു അത്യാവശ്യം നല്ല ടയർഡായിരുന്നു, വിശക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് 8 മിനിറ്റ് പുള്ളി നല്ല അടിപൊളിയായി കിടന്നു. നമ്മളിതേ താഴെ ഇറങ്ങി എത്രയും പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിഷ്ണുവിന് വിശന്ന് വയ്യാതെ എന്നാണ് പറയണത്. രാവിലെ നമ്മൾ ബ്രെഡ് കഴിച്ചായിരുന്നു, പക്ഷേ മൊത്തത്തിൽ അങ്ങോട്ട് കുറച്ച് ടയർഡായതുകൊണ്ടാണ് തോന്നുന്നു. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ നേരെ ഇവിടെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ വേണ്ടി പോവാണ്. അൽഖാജിക്ക് വിശക്കുന്നില്ലേ? എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര വിശപ്പ് അങ്ങനെയില്ല, പക്ഷെ വിശക്കുന്നുണ്ട്. സ്റ്റേക്ക് വേണമെന്നൊക്കെ പറയുന്നുണ്ടായി, പക്ഷെ അവസാനം നമ്മളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് വന്നത് കേട്ടോ. കാരണം ഇത്രയും വിശക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് റൈസ് കഴിക്കാനാണ് ഫീൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. നല്ല റേറ്റിംഗുള്ള റെസ്റ്റോറൻ്റാണ്. ഫുഡ് നന്നായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കാലെടുത്തകത്തോട്ട് ലഞ്ചിന് ഓർഡർ ചെയ്ത ഫുഡ് വന്നു കഴിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഗ്യാപ്പൊന്നും ഉണ്ടായില്ല കേട്ടോ. എല്ലാവരും മടമടാന്ന് അടിച്ചുകൊണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. നമ്മുടെ ലഞ്ച് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഗ്രിൻഡൽവാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ട് പോവുകയാണ്. അവിടെ ഒരുപാട് നല്ല നേച്ചർ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ പോവുകയാണ്. എനിക്കവിടെ പോയൊരു ഗ്ലേഷ്യർ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിപ്പോൾ ടെമ്പററി ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് അവിടെ പോകാനായിട്ട് പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ പോവായിരുന്നു. തൽക്കാലം നമുക്ക് അവിടെ പോയിട്ട് എന്തൊക്കെ പരിപാടി നടക്കുന്നുള്ളത്. ഇവിടുത്തെ പരിപാടിയൊക്കെ തീർത്ത് നമ്മളിനി നേരെ പോകുന്ന ഗ്രിൻഡൽവാൾഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ്. എനിക്ക് ഇവിടെ സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രിൻഡൽവാൾഡ് ആണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തി, കാറൊക്കെ പാർക്ക് ചെയ്തു, ജസ്റ്റ് ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി. ഇവിടെ എത്തിയപ്പോൾ വിഷ്ണു ഉറങ്ങി കേട്ടോ. വിഷ്ണു ആണ് ഇന്നലെ ഫുൾ ഡ്രൈവ് ചെയ്തത്. അപ്പോൾ വിഷ്ണു കുറച്ച് ടയർഡായിരുന്നു. അപ്പോൾ വിഷ്ണു ഉറങ്ങുകയാണെന്ന് പറഞ്ഞു.
ഇന്നലെ രാത്രി ഒന്നും വിഷ്ണുവിന് ഉറക്കത്ര ശരിയായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വിഷ്ണു ഒരു മണിക്കൂറൊന്ന് ഒരു പവർ നാപ്പ് എടുത്തിട്ട്, പവർ നാപ്പ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ 1 മണിക്കൂറൊന്ന് ഉറങ്ങിയിട്ട് നമ്മളെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മളിതേ ഇപ്പോൾ ഗ്രിൻഡൽവാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. എനിക്കിവിടെ സ്വിസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇന്റർലേക്കിനും ലോട്ടർബെറിനും ഗ്രിൻഡൽവാൾഡും ഒരുപാട് ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് സ്ഥലം ഗ്രിൻഡൽവാൾഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് നടന്ന് ഇനി എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിവിടെ മലനിരകളുടെ താഴെ ഒരു ചെറിയ ഡെസേർട്ട് കഴിക്കാൻ വേണ്ടി ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഇരുന്നിട്ട് അങ്ങനെ നല്ല കിഡ്ലൻ വ്യൂ ഒക്കെ കണ്ട് നമ്മളൊരു ചെറിയ ഡെസേർട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മെനു നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ 3 പേരും കൂടെ എത്തിച്ചേർന്നത് മെയ്സൺ എന്നായിരുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര്. എന്തായാലും ഇതാണ് നമ്മുടെ ഡെസേർട്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ പൊതുവേ അത്ര സ്വീറ്റും ഐസ്ക്രീമും ഒന്നും കഴിക്കുന്ന ഒരാളല്ല, പക്ഷേ എനിക്ക് വരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചെറിയൊരു ഡെസേർട്ടിന് ശേഷം ചുമ്മാ അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട് ഇവിടെ. ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ വെള്ളം ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. ഇത് നമുക്ക് ടാപ്പ് വാട്ടർ കുടിക്കാമെന്ന് മാത്രമല്ല, അടിപൊളി ടാപ്പ് വാട്ടറുമാണ്. നമുക്കത് കുടിച്ചു കഴിഞ്ഞാൽ വേറെയുള്ള മിനറൽ വാട്ടേഴ്സൊന്നും നമുക്ക് ഇഷ്ടമാവില്ല, അത്രയും കിടിലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അൽക്കി ഒന്ന് ട്രൈ ചെയ്യാൻ പോവാന്ന് പറയുന്നുണ്ട്. ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വെള്ളം കുടിക്കണം എന്നുള്ളത് ഞാൻ വിചാരിച്ചിരുന്ന കാര്യം കേട്ടോ. അതായത് ഇങ്ങനെ പബ്ലിക് ടാപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കണം എന്നുള്ളത് ഭയങ്കര ക്ലീൻ ആൻഡ് ക്ലിയർ, ഭയങ്കര ഇങ്ങനെ ശുദ്ധമായ ജലം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു തോന്നലാണ് ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ. അൽക്കയ്ക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കരമായിട്ട് ഈ ഒരു വെള്ളത്തിനെ പറ്റി ഹൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത്ര അൽക്കനെ മീറ്റ് ചെയ്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും നല്ല ഈ പറഞ്ഞതുപോലെ ശുദ്ധമായ വെള്ളം തന്നെയാണെന്നാണ് വൈശാഖ് സാറും അൽക്കയും പറഞ്ഞു കേട്ടോ. എന്തായാലും വെള്ളമൊക്കെ കുടിച്ചു. ഇനി നമുക്ക് പ്രകൃതിയിലോട്ട് ഇറങ്ങാം. ഞാൻ നടക്കുന്തോറും എന്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കും, എന്ത് ഞാൻ കാണിക്കാതിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്ര ഭംഗി. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണേ, അപ്പം കാണുന്ന കാഴ്ചകളാണിത്. സ്വിറ്റ്സർലാൻഡ്. ഞാൻ സ്വിസ്സില് ആകെ ഇവിടെ ഇന്റർലേക്കണും ഗ്രിൻഡൽവാൾഡും ലോട്ടർബെറിനും മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അല്ല, ലുസോണും വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ സിറ്റീസിനൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഈ സുറീക്ക് അതൊന്നും ഞാൻ അത്ര പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു സ്ഥലം കിടിലമാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ അടുപ്പിച്ച് 3ാമത്തെ കൊല്ലം വരുന്നത്. കഴിഞ്ഞ കൊല്ലം പോകുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇനി അടുത്ത കൊല്ലം പെട്ടെന്ന് ഞാൻ വരില്ല എന്നുള്ളത്. പക്ഷെ അടുത്ത കൊല്ലം ഞാൻ വന്നിരിക്കുകയാണ്. കാരണം ഒന്ന്, എനിക്ക് ഈ സ്ഥലം അത്ര ഇഷ്ടമുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ കാലം താമസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ കുറച്ച് ബോറടിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഡെഫിനറ്റ്ലി വൺസ് ഇൻ ആൻ ഇയർ വന്നിട്ട് ഒരു 3-4 ഡേയ്സ് നിന്ന് പോവാൻ നമുക്ക് ഇഷ്ടപ്പെടുന്ന വെക്കേഷൻ റിലാക്സേഷൻ സ്പോട്ടാണ് ഇത്. ഇതിൽ കൂടുതലൊന്നും ഇല്ല. ഓ, അതൊക്കെ എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ലൊക്കേഷൻസിൽ പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം അധികം ആൾക്കാരൊന്നും വരാത്ത ഇങ്ങനത്തെ സ്ഥലങ്ങളില്ലേ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ കണ്ടുപിടിച്ചൊരു ചെറിയ ഓക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ വൈശാഖ് സാറേയും അൽക്കിയും കൂട്ടി ചെയ്തു. നമ്മൾ 3 പേരും എന്താ പറയുക, ഭയങ്കര ഡിസ്റ്റൻസിലാണ് നടക്കുന്നുണ്ടായിരുന്നത്. കാരണം നമുക്ക് സംസാരിക്കാനൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മൾ 3 പേരും കംപ്ലീറ്റ്ലി നേച്ചറും ചുറ്റുമുള്ള കാര്യങ്ങളോട് മാത്രം കണക്റ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ഷോർട്ട് വാക്കിന് ശേഷം ഭയങ്കരമായിട്ട് മൈൻഡ് വേറെ ഏതോ ലെവലിലെത്തിയ പോലത്തെ ഒരു തോന്നലായിരുന്നു കേട്ടോ. കുറേ നേരം ഇവിടെ അലഞ്ഞു തിരിഞ്ഞു. നല്ല അടിപൊളിയായിട്ടുള്ള ലൊക്കേഷൻ വീണ്ടും വീണ്ടും പറഞ്ഞ് എനിക്കും ബോറടിച്ചു, കണ്ട് നിങ്ങൾക്കും ബോറടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഞാനും അൽക്കിയും കൂടെ അതുവരെ ജോഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതുവരെ വൈശാഖ് സാറിൻ്റെ അടുത്ത് ഏകദേശം ഒരു 300 മീറ്റർ ഉണ്ടാവും. അൽക്കയ്ക്ക് ഞാൻ ഓട്ടത്തിന്റെ പാഠഭാഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നന്നായി ഓടാൻ പറ്റുന്നുണ്ടെന്നാണ് അൽക്ക പറയുന്നത്. നീ ബാംഗ്ലൂർ എത്തിയ ഓടിയിട്ട് ഓഫീസിൽ പോകുന്നുണ്ടായിരിക്കുക. ഓടും അങ്ങോട്ടാ. കമോൺ. മടി 2 മിനിറ്റ് ഓടിയിട്ടേ അതുവരെ ഓടോ. ഒന്നുമില്ലെങ്കിൽ ഒരു മനുഷ്യ അവിടെ കൈ വിടർത്തിക്കണല്ലേ. നടന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഊബർ എത്തിയിട്ടുണ്ട്. വിഷ്ണു, അങ്ങനെ നമ്മൾ നടപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം കൂടെ കഴിക്കാനുണ്ട്. ഈ കഴിച്ചത് മുഴുവൻ ഞാൻ വർക്കൗട്ട് ചെയ്ത് തീർക്കണമല്ലോ. എന്താണ് നമ്മൾ ഇനി കഴിക്കാൻ പോണത്? ചോക്ലേറ്റ് ഫോണ്ടിയോ കഴിക്കാൻ വേണ്ടി പോവാണ്. നേരത്തെ നമുക്ക് അതിനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് ഒരു ചെറിയൊരു ഡെസേർട്ടിൽ ഒതുക്കി. ഇത് കുറച്ചൊരു ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. നേരത്തെ നമ്മൾ മെയ്സൺ കഴിക്കാൻ വേണ്ടി ഈ സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് വന്നത്. അപ്പോൾ നമ്മുടെ തൊട്ട് സൈഡിലിരിക്കുന്ന പുള്ളിയും ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു ഫാൻസി ഐറ്റം ആയത് കാരണം നമുക്ക് ഓർഡർ ചെയ്യാനുള്ള ആഗ്രഹത്തിൽ വന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. കുട്ടാ, എന്താണ് ആകെ മൊത്തം ഒരു വൈക്ലഭ്യം? വിഷുവിൻ്റെ ഉറക്കം 2 days ആയിട്ട് ശരിയായിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ വിഷുവിൻ്റെ പറഞ്ഞു ഉറങ്ങുന്നോ വരണ്ടെന്നുള്ളത്. പക്ഷെ വിഷ്ണു പറഞ്ഞു ജസ്റ്റ് വന്ന് ജോയിൻ ചെയ്ത് നോക്കാം. പക്ഷെ എന്നാലും കാരണം കുറേ ഉറങ്ങിയാണ് വിഷ്ണു ജോയിൻ ചെയ്തത്. ഇപ്പോൾ ബെറ്റർ ആയോ? കുറച്ച്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂപ്പിലോട്ടാണ്. കൂപ്പിൽ നിന്ന് നമുക്ക് വൈറ്റ് ബ്രെഡ് വാങ്ങിക്കാം. കാരണം നമ്മൾ ഡിന്നർ 2 ദിവസത്തേക്കുള്ളതെല്ലാം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ കഴിച്ചല്ലോ, അതേ ഐറ്റംസൊക്കെ ഇന്നുണ്ട്. അപ്പോൾ വൈറ്റ് ബ്രെഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതും ചിക്കനും ബീഫും എല്ലാം കൂടെ നമുക്ക് കഴിക്കാം. 2 ദിവസത്തോട്ടുള്ള ഡിന്നറാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രാത്രിത്തേക്കുള്ള ഡിന്നറും കൂടെ നമ്മൾ നമ്മുടെ സ്റ്റേയിൽ ഫ്രിഡ്ജിൽ സേഫായി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടി കുറച്ച് ബ്രെഡും അല്ലെങ്കിൽ ടോട്ടിയാസും ഒക്കെയാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് 1-2 ദിവസത്തേക്കുള്ള ഡിന്നർ അല്ലെങ്കിൽ ലഞ്ച് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാനുള്ള മോട്ടിവേഷൻ ആയിരുന്ന അമ്മയാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഈ ട്രിപ്പിൽ കൂടുതൽ ഈ ട്രിപ്പിനെ പറ്റി സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ കഴിഞ്ഞ ഒരു ട്രിപ്പാണ് സംസാരിക്കുന്നത്. കാരണം എനിക്ക് വളരെയധികം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുള്ളൊരു ട്രിപ്പാണത്. അപ്പോൾ അന്ന് നമ്മൾ പോയിരുന്ന സമയത്ത് അമ്മ ഓൾമോസ്റ്റ് 2 ദിവസത്തേക്കുള്ള ഫുഡ് കംപ്ലീറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെങ്ങനെ ആ ഒരു കഴിപ്പും കഴിഞ്ഞു. ഇനി നമ്മൾ കാർ എടുത്തിട്ട് പോവാണ്. ഐഷക് സാർ ഒന്ന് വാഷ്റൂം പോയി വരുമ്പോഴേക്ക് നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തോർന്ന് കാർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ ഇന്നൊരു ദിവസത്തെ പരിപാടി മുഴുവൻ തീർത്ത് നമ്മളിതേ തിരിച്ച് നമ്മുടെ സ്റ്റേയിലോട്ട് പോവുകയാണ് കേട്ടോ. ഒരു ചെറിയൊരു ഡ്രൈവും കൂടെ ഒരു ലേക്കിന് ചുറ്റും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ പിന്നെ ഈ വീഡിയോയിൽ എടുത്തില്ല. കാരണം രാവിലെ ഞാൻ കാണിച്ച ഒരു ലേക്കില്ലേ, ആ ഒരു ലേക്ക് തന്നെ നമ്മൾ ഒന്നും കൂടെ ഡ്രൈവ് ചെയ്തത്. അതിനുശേഷം ചാർജ് ചെയ്ത് നമ്മൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നാളെ നമ്മൾ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനിമലയാളി. ടാറ്റാ.